കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ലല്ലോ ശ്രീ പണിക്കർ. നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിച്ചെടുക്കണം, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ വെളുപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ല മാർഗം സോഷ്യൽ മീഡിയയാണ്. അത് പരമാവധി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് പോലെയുള്ള പരാമർശങ്ങൾ, വി.ഡി. സതീശനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു. അതിന് ഈ സതീശൻ അനുകൂലികൾ മറുപടി പറയേണ്ടി വരുന്നു. ഡിജിറ്റൽ മീഡിയ സെൽ എന്നത് വെറുതെയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ് എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അതുണ്ടെന്ന് മറുപക്ഷം പറയുന്നു. ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളതാണല്ലോ. സ്വാഭാവികമായിട്ടും CPM-ന്റെ സൈബർ ഇടങ്ങളിലൊക്കെ സതീശനെതിരെയുള്ള പോസ്റ്റുകൾ വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നത് അതല്ലല്ലോ. അതുകൊണ്ടല്ലേ സതീശൻ ഇന്നത് തുറന്നു പറയേണ്ടി വന്നത്? ശ്രീ മഞ്ജുഷ്, ഈ ഒരു വിഷയത്തിൽ CPM-നെയോ BJP-യോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം രാഷ്ട്രീയമായിട്ട് കിട്ടുന്ന ഒരു അവസരം അത് അതിശക്തമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് പാർട്ടികളും ശ്രമിക്കും. അത് സാധാരണ രാഷ്ട്രീയത്തിൽ പതിവുള്ള ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ V.D. സതീശൻ ഇന്ന് ചോദിക്കുന്നത്, ഹൈക്കമാൻഡിന്റെ തീരുമാനം നടപ്പാക്കിയത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കെടുത്തിരിക്കുന്ന തീരുമാനമല്ലല്ലോ, മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചിട്ടാണല്ലോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്, കേന്ദ്ര നേതൃത്വത്തിന്റെ അപ്രൂവൽ ഈ തീരുമാനത്തിനുണ്ടല്ലോ, അത് അറിയിക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ, എന്നെ എന്തിനാണ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ CPM-കാരോടല്ല, BJP-കാരോടുമല്ല. അദ്ദേഹം ചോദിക്കുന്നത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരോടാണ്. അതല്ലായിരുന്നുവെങ്കിൽ, ഇപ്പൊ BJP-യുടെ ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ CPM-ന്റെ ഒരു ആക്രമണമാണ് എങ്കിൽ അദ്ദേഹം ഉപയോഗിക്കേണ്ടുന്ന ഭാഷയോ അദ്ദേഹം പ്രതികരിക്കുന്ന ശൈലിയോ ഇതല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് ചേർന്നിട്ടാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്തിന് ശത്രുപക്ഷത്ത് വെക്കുന്നു, എന്തിന് നിങ്ങൾ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് എന്നോട് ആക്രമണം നടത്തുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരോടാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ തനിക്കൊരു പരാതി കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ശ്രീ V.D. സതീശൻ എടുത്തത്. അത് പിന്നീട് ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരു ലൈക്ക് ക്യാമ്പയിൻ ഒക്കെ തന്നെ നടത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിഷയത്തിൽ ശ്രീ V.D. സതീശൻ പ്രതികരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണോ അതോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണത്തിലാണോ സോഷ്യൽ മീഡിയ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നതിന്റെ പേരിൽ അല്പം മുമ്പ് മഞ്ജുഷ പറഞ്ഞതുപോലെ ഈ ലൈക്കുകളുടെ കൗണ്ട് എടുത്തതിന് ശേഷം ആരാണ് വലിയ ലീഡർ എന്നൊക്കെ തന്നെ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും ശ്രീ സതീശൻ അദ്ദേഹം എടുത്തിരുന്ന തീരുമാനത്തിൽ നിന്ന് ഒട്ടും മാറിയില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഒരു കടൽ ഇരമ്പുന്നത് പോലെ ഈ പ്രതിഷേധക്കാരെല്ലാം കൂടി വന്നു കഴിഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്ന പൊസിഷൻ എന്താണ്, ഇനി തെരഞ്ഞെടുപ്പിന് എത്ര സമയം ബാക്കിയുണ്ട്, ഈ സമയത്ത് പാർട്ടിയുടെ ഒരു ഇമേജ് റിവൈവൽ എന്നുള്ളതിനാണോ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ഷനലിസത്തിനാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ശ്രീ സതീശനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഏത് ക്യാമ്പിലുള്ളതാണ് എന്നാണ് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ അടുത്ത പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണെങ്കിലും പിന്നീട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗത്താണെങ്കിലും നമ്മൾ ആ സമയത്തെല്ലാം തന്നെ കേട്ടിരുന്ന, കോൺഗ്രസിൽ പ്രത്യേകിച്ച് ശ്രീ സതീശൻ കേട്ടിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം പാർട്ടിയിലുള്ള മറ്റു പല നേതാക്കന്മാർക്കും പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഒക്കെ തന്നെ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ പെട്ടെന്ന് അതേ നേതാവ് തന്നെ അതിലുള്ള ഒരു നേതാവിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അതിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാലിൽ വലിച്ച് താലയിടാൻ നോക്കുന്നത് BJP അല്ല, അത് CPM അല്ല, മറിച്ച് അവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷമാണ്. അതല്ലാതെ കൂടുതൽ ജനകീയത, കൂടുതൽ സ്വീകാര്യത രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്ന് സോഷ്യൽ മീഡിയ ലൈക്ക് എണ്ണിക്കൊണ്ടിരിക്കുന്നതിന് CPM-നോ BJP-ക്കോ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അപ്പൊ അതാരാണ് നടത്തുക? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ സുഹൃത്തു കൂടിയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരിൽ നിന്നാണ്? കോൺഗ്രസ് പ്രൊഫൈലുകളാണ്. അത് ഫേക്ക് പ്രൊഫൈലുകളൊന്നുമല്ല, ജെനുവിനായിട്ടുള്ള കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നാണ് അത് വരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താ? ഒരുപക്ഷെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു പക്ഷത്തിനെ, അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തിനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരാരും തന്നെ ശ്രമിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാത്ത ഒരു സ്പേസ് ഒരു വ്യക്തി എവിടെ കൊടുത്തു എന്നതിന്റെ പേരിലാണ് ആശയപരമായിട്ട് വിരുദ്ധ ചേരിയിലാണ് എങ്കിലും ശ്രീ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പ്രകീർത്തിക്കുന്നത്. എല്ലാ കോൺഗ്രസ്സുകാരും എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ. അപ്പൊ അതെല്ലാം BJP-കാരോ CPM-കാരോ ആണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് പറയാനായിട്ട് കഴിയുമോ? അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫാക്ഷനലിസം ഉണ്ട്. ആ ഫാക്ഷണൽ ലോയൽറ്റി അല്ല ശ്രീ സതീശൻ ഇവിടെ കാണിച്ചത്
അതിന് മുകളിലേക്കായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യത്തിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പരാതിയിൽ മെറിറ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ട് അദ്ദേഹം ഒരു അത് അദ്ദേഹം തീരുമാനം ഇന്ന് പറഞ്ഞ ഒരു വാചകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണല്ലോ. ഈ ചെറുപ്പക്കാരനെ ഞാൻ തകർക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണല്ലോ ആരോപണം. ഇതേ ചെറുപ്പക്കാരനെ തന്നെ നേരത്തെ ഞാൻ വളർത്തുന്നു എന്ന രീതിയിലുള്ള ആരോപണമാണല്ലോ നിങ്ങൾ ഉന്നയിച്ചത് എന്ന് പറയുമ്പോൾ, മാധ്യമങ്ങളോട് അത് ചോദിക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിൽ തന്നെയാണല്ലോ ആ ചോദ്യം എറിയുന്നത്. നിശ്ചയമായും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പാർട്ടിയിലുമുള്ള ഒരു യുവനേതാവും ഇല്ല എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം അടൂരുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ മിഷനറി, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച് ക്യാമ്പയിൻ നടത്തിയതാണ്. അവരോടെല്ലാമുള്ള സൗഹൃദവും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അത് പരസ്യമായിട്ട് തന്നെ കോൺഗ്രസ്സുകാർ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്ന നീലപ്പെട്ടി ആരോപണം ഉണ്ടല്ലോ, ആ ആരോപണം ഉണ്ടാകുന്ന സമയത്തും കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിന്റെ എല്ലാം പേരിൽ അന്ന് ഈ ഒരു എതിർപ്പിന്റെ അല്ലെങ്കിൽ ഈ വിമർശനത്തിന്റെ മുനയൊക്കെ ഏറ്റയാൾ കൂടിയാണ് ശ്രീ സതീശൻ. കാരണം അത് ഷാഫിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആ സീറ്റ് വിട്ടുകൊടുത്തു. കോൺഗ്രസ് അല്ല അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്, ഷാഫിയാണ്. ഷാഫിയോടും രാഹുലിനോടും ശ്രീ സതീശനുള്ള വ്യക്തിപരമായ താല്പര്യം കാരണമാണ് മറ്റൊരാളിനെ, ആ മണ്ഡലത്തിലുള്ള ആളിനെ അവിടെ പരിഗണിക്കാതിരുന്നത്. തുടങ്ങി കുറേയധികം കാര്യങ്ങൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രീ വി ഡി സതീശന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനോടോ ഷാഫി പറമ്പിലിനോടോ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം നിശ്ചയമായിട്ടും അത് ഇവർ തമ്മിലുള്ള ഒരു ഫാക്ഷനലിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ഫാക്ഷൻ അവിടെ ഇല്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് കൂടി ഒരുപക്ഷെ നേരിട്ട് ബോധ്യമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം തന്റെ മനസാക്ഷിക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം അദ്ദേഹം കേന്ദ്ര നേതാക്കളുമായിട്ടും സംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ പേരിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവിന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റുള്ള ആൾക്കാർക്കൊന്നും അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഇനി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് സതീശൻ മാത്രമാണ്, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJPക്കോ CPM-നോ കോൺഗ്രസിനെ ആക്രമിക്കേണ്ടുന്ന കാര്യമില്ല. ഇല്ല, അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ സർക്കാരിനെതിരെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. വരുന്ന നിയമസഭാ സമ്മേളനം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. പക്ഷേ നിരായുധരാക്കുകയുമാണല്ലോ. ശ്രീ ശ്യാംരാജ്,